ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി വൈബ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ബ്ലൗസ് ഡിസൈനാണ്. അതായത് സിമ്പിളായിട്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ എൻഗേജ്മെൻറ്റോ അല്ലാന്നുണ്ടെങ്കിൽ മാരേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സ്വന്തമായിട്ട് തന്നെ നമ്മുടെ പ്ലെയിൻ ബ്ലൗസ് നമുക്ക് ഒരു അടിപൊളി ഹാൻഡ് വർക്ക് ബ്ലൗസാക്കി മാറ്റാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ ഈ ഒരു ഡിസൈനർ ബ്ലൗസ് വർക്ക് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പ്ലെയിൻ ബ്ലൗസാണ്, സ്റ്റിച്ചഡ് ബ്ലൗസാണ്. പിന്നെ നമുക്ക് വേണ്ടത് വർക്ക് ചെയ്യാനായിട്ട് 2 സൈസിലുള്ള ബീഡ്സാണ് വേണ്ടത്. ഒന്ന് വളരെ ചെറിയ സൈസുള്ള ബീഡും പിന്നെ വേണ്ടത് അതിനേക്കാളും കുറച്ച് വലിയൊരു ബീഡുമാണ് വേണ്ടത്. പിന്നെ ഇതിനകത്ത് ഒട്ടിക്കാനായിട്ട് ഫെവിക്രൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂ ആണ് മേടിച്ചിരിക്കുന്നത്. അത് 15 രൂപയുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും ടൈലേഴ്സിൻ്റെയൊക്കെ ഷോപ്പ് ഉണ്ടാവുമല്ലോ, അവിടേക്ക് ഇത് അവൈലബിൾ ആണ്. ഈ ബീഡ്സും ഈ ഗ്ലൂ ഒക്കെ അവൈലബിൾ ആണ്. ഈ ബീഡ്സിൻ്റെ റേറ്റ് 30-20 എന്തേ ഉള്ളൂ. ഞാൻ കുറച്ച് നാൾ മുന്നേ മേടിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ റേറ്റ് ഓർമ്മയില്ല. എന്തായാലും നമുക്കിതൊരു 100 രൂപ ഒതുങ്ങി നമുക്ക് ഇതെല്ലാം മേടിക്കാം. പിന്നെ ബ്ലൗസിൻ്റെയും സ്റ്റിച്ചിങ് ചാർജ് മാത്രം എക്സ്ട്രാ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ഒരു ഡിസൈൻ കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാവുന്നതാണ്, ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബ്ലൗസ് നന്നായിട്ട് ചുളിവൊക്കെ മാറ്റി നല്ലോണം നിവർത്തി ഇടുക. അതായത് നമ്മുടെ മെയിനായിട്ടുള്ള ഭാഗം 2 സ്ലീവിലുമാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് നെക്കിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയും ചെയ്യാവുക. കൂടുതലും നല്ല ഭംഗിയിലുണ്ടാവും ചെയ്ത് കഴിയുമ്പോൾ. ഞാനിവിടെ 2 സ്ലീവിൽ മാത്രമാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് നമ്മുടെ സ്ലീവൊക്കെ ഒന്ന് ചുളിവൊക്കെ മാറ്റി നന്നായിട്ട് നിവർത്തിയിടുക. എന്നിട്ട് അതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, ലാസ്റ്റ് എൻഡിലാണ് ഫസ്റ്റ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതിൽ ജസ്റ്റ് ഒന്ന് ബീഡ് വെച്ചിട്ട് കുറച്ച് ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. ഫ്ലവർ എന്ന് പറയുമ്പോൾ വലിയ ഫ്ലവർ ഒന്നല്ല, ജസ്റ്റ് ആ ബീഡ് വെച്ചിട്ടൊന്ന് ഫ്ലവർ പോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ജസ്റ്റ് നേരെ ഒന്ന് ഓരോ ബീഡ് ഇടവിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ടാണ് വലിയ സൈസുള്ള ബീഡ് ആദ്യം വെച്ചിട്ട് ചുറ്റിനും ചെറിയ സൈസിലുള്ള ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും സിമ്പിളായിട്ടാണ് വെഡ്ഡിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ പോയി പർച്ചേസ് ചെയ്യുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് പ്ലെയിൻ ബ്ലൗസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ കുർത്തി സാരീസൊക്കെ നമുക്കിതുപോലെ ഡിസൈൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇപ്പം പഴയൊരു ബ്ലൗസാണെങ്കിലും അതൊന്ന് മോഡിഫൈ ചെയ്തെടുക്കുമ്പോൾ കാണാൻ തന്നെ ഒരു വെറൈറ്റി ആയിരിക്കുള്ളൂ. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു ഐഡിയ ആണിത്. അപ്പോൾ ഇത് ജസ്റ്റ് ഇപ്പോൾ ഇതൊക്കെ വെച്ച് ചെയ്യാമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പഠിക്കൊന്നും വേണ്ട, ഏതൊരു പൊട്ടനും ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പോൾ ഞാൻ ആ സ്ലീവിൻ്റെ അറ്റത്ത് ആ പൂവിൻ്റെ ഡിസൈൻ ചെയ്തെടുത്തു. 2 അറ്റത്തും ചെയ്തിട്ടുണ്ട്, അതായത് സ്ലീവ് ചുറ്റും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനോട് ചേർന്ന് തന്നെ ആ ഒരു വീതിക്ക് നമുക്ക് 2 ലൈനായിട്ട് ചെറിയ ബീഡ്സ് ഒന്ന് വീതിയിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ അതൊന്ന് വീതിക്ക് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സെയിം പൂവ് തന്നെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത പോലെ ആയിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ മറ്റേ സ്ലീവിലും കൂടി സെയിം വർക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ സെയിം വർക്ക് തന്നെ നമ്മുടെ നെക്കിലും അതുപോലെ തന്നെ ബാക്ക് നെക്ക് ഉണ്ടല്ലോ അവിടെയും വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ ബാക്കിൽ കുറച്ച് ആ ഒരു വീതിയുള്ള ഭാഗത്ത് കുറച്ചും കൂടി ഇത് ഇത്തിരി കൂടി വലുതായിട്ടൊക്കെ ഈ പൂവൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൗസ് കാണാനായിട്ട് അടിപൊളിയായിരിക്കും. ഇത്തിരി അതായത് ബാക്ക് നെക്കിലൊക്കെ ഫുള്ളായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരിയും കൂടി നല്ലൊരു ബ്രൈഡൽ സാരിയുടെയൊക്കെ ബ്ലൗസ് വർക്ക് പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അടിപൊളിയായിരിക്കുള്ളൂ ഇത് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത് നെക്സ്റ്റ് ലൈൻ. ഇതുപോലെ ജസ്റ്റ് ആ ഒരു ബ്ലൗസിൻ്റെ ആ വീതി ഉണ്ടല്ലോ, കൈവണ്ണം,
ആ ഒരു ഭാഗത്താണ് ഇതേപോലെ ഇങ്ങനെ വീതിയിൽ ഇങ്ങനെ ബീഡ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. 2 ലൈനായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 3/4 സ്ലീവുള്ള ബ്ലൗസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ 2 ലൈനുള്ളത് നമുക്ക് 3-4 ലൈനൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇതിപ്പോൾ സാധാരണ ഒരു നോർമൽ സ്ലീവാണ്, അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്ക് ഭംഗി തോന്നുന്നില്ല, എങ്കിലും അടിപൊളിയായിട്ടുണ്ട്. ഫൈനൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഫ്ലവറായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് സ്പ്രെഡ് ചെയ്ത പോലെ ഒന്ന് ഇതിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ഞാനിങ്ങനെ ബീഡ്സ് എടുത്തിട്ട് അതിൽ ഗ്ലൂ തേച്ചിട്ടാണ് ഞാൻ ബീഡ്സ് ഒട്ടിച്ച് കൊടുത്തത്. പക്ഷേ അതിൽ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് പശ ആദ്യം നമ്മുടെ മെറ്റീരിയലിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഗ്ലൂ അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. മറ്റേത് കുറച്ചും കൂടി പാടായിട്ടാണ് തോന്നിയത്. സിമ്പിളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് പെട്ടെന്ന് ചെയ്ത് കഴിയുകയും ചെയ്യും. അപ്പോൾ മെയിനായിട്ടുള്ള ഇതിനകത്തുള്ള ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് തന്നെ 2 സ്ലീവിലും നമുക്കൊന്നും കൂടി ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതായത് ഒരു സ്ലീവിൽ ചെയ്ത പോലെ തന്നെ മറ്റേ സ്ലീവിലും ചെയ്ത് കൊടുക്കുക. ഈ സ്ലീവ് മൊത്തമായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നിരിക്കുന്നു. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ആ ഗ്ലൂ ഒക്കെ ഉണങ്ങിപ്പോകുമ്പോൾ അതിൻ്റെ ഒരു പരന്ന പോലെയൊന്നും ഇരിക്കുന്നില്ല. ഉണങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും ആ ബീഡ്സ് മാത്രമായിരിക്കുള്ളൂ കാണാൻ. കണ്ടോ, ഇത് ശരിക്കും ഒരു നല്ലൊരു മെറൂൺ കളറാണ് മെറ്റീരിയലിൻ്റെ കളർ. ഇത് ലൈറ്റിൻ്റെ കാരണമാണ് ഇടയ്ക്ക് ഒരു റെഡ് കളറായിട്ട് തോന്നുന്നത്. ഇതാണ് അപ്പോൾ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ലൊരു ഡിസൈനർ ബ്ലൗസ്, പ്ലെയിൻ ബ്ലൗസ് നമുക്കൊരു ഡിസൈനർ ബ്ലൗസ് ആക്കി എടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.